അവർ ഷൂട്ടിംഗ് പറ്റിയല്ല സാർ, അവർ ബാംഗ്ലൂരിൽ അടിച്ച് സ്ഥലം വിട്ടു, പുറത്തായ പ്രശ്നം നടക്കുക. എന്താ ചിരിക്കുന്നത്? തുണിയിലാണ് പെട്ട. തുണിയില്ല, തുണിയില്ല സാറ്, തുണിയില്ല. അണ്ടർവെയർ കൊണ്ട് മുഖം മറക്ക, അതിന്റെ ആളറിയും. താൻ എന്തൊരു വിഡ്ഢിത്തരാണോ കാണിച്ചത്? സസ്പെൻഷൻ ഓർഡർ അടിച്ചു കഴിഞ്ഞു. എന്ത് ഇമേജ് ആയിരുന്നു തനിക്ക്? അതെല്ലാം കളഞ്ഞു കുളിച്ചില്ലേ? എന്താണെന്ന് അറിയില്ല, ഞാൻ ചെയ്യുന്നതെല്ലാം അബദ്ധമായി പോകുന്നു സാർ. ആദ്യം തന്നെ സിനിമാ പ്രാന്തം നിർത്ത്. ഉത്തരവാദിത്തമുള്ള പോസ്റ്റിൽ ഇരിക്കുന്ന ഒരാൾക്ക് ചേർന്ന പണിയാണോ ഇത്? ആ, ചായ കുടിക്ക. കുടിക്കടോ. ഓപ്പറേഷൻ എത്ര മണിക്കാ? 8 മണിക്ക്. ഏകദേശം എത്ര മണിക്ക് ഡോക്ടർ ലക്ഷ്മി തിയേറ്റർ വിട്ടിറങ്ങും? 1 മണിക്കൂർ. മൈനർ ഓപ്പറേഷൻ അല്ലേ? ഉടനെ നീ എന്നെ വിവരം അറിയിക്കണം. പേഷ്യന്റിനെ തിയേറ്ററിൽ നിന്ന് IC യൂണിറ്റിലേക്ക് കൊണ്ടുപോകുന്നതിന് മുമ്പേ IV മോർഫിൻ ഇഞ്ചക്ട് ചെയ്തിരിക്കണം. പേഷ്യന്റ് മരിച്ചുപോലെ? മരിക്കാനാണല്ലോ ചെയ്യുന്നത്. പഴി ലക്ഷ്മിയുടെ തലയിൽ വരും. ലക്ഷ്മിക്ക് പിന്നെ ഉടനെ സർജറി ചെയ്യാൻ പറ്റില്ല. കാഷ്വാലിറ്റി എന്റെ കൺട്രോളിൽ വരും. പിന്നെ നമ്മുടെ എല്ലാ കാര്യങ്ങളും കിട്ടിയില്ല കേട്ടോ. ഡോക്ടർ വില്യം സാരെ കൊല്ലാൻ വേണ്ടി പ്ലാൻ ചെയ്യുന്ന കേട്ടു. ആകെ പ്രശ്നമാണ്. ഡോക്ടറെ വിളിച്ചിട്ട് കിട്ടുന്നില്ല. വീട്ടിലില്ലെന്ന് തോന്നുന്നു. മഹാദേവൻ സാറിന് എങ്ങനെയെങ്കിലും വിവരം അറിയിക്കണം. എനിക്ക് ട്രെയിനിന് സമയമായി. ഞാൻ പോട്ടെ. ഡോക്ടർ ഓപ്പറേഷൻ കഴിഞ്ഞ വീട്ടിലേക്ക് പോയി. റാണി നഴ്സ് സെക്കൻഡ് ഫ്ലോറിലുണ്ടാവും. എന്താണ് ഇയാൾ എന്നെ കയറി പിടിച്ചു? ഞാനൊന്നും ചെയ്തില്ല. ഡോക്ടർ, ഡോക്ടർ, അവിടെ ആകെ ബഹളമാണ്. സിസ്റ്റർ റാണി അയാൾ കയറി പിടിച്ചു. ഡോക്ടർ ലക്ഷ്മിയുടെ ഭർത്താവ്. മഹാദേവൻ സാറോ? നാണക്കേടായല്ലോ. സാറിന് വേഗം വാ. എന്താ എന്താ പ്രശ്നം? എന്താ? ഈ ഓപ്പറേഷൻ ചെയ്ത് നടക്കുന്ന രോഗിയെ കൊല്ലാൻ പോകുന്നതായിട്ട് ഞാൻ കയറി പിടിച്ചതാണ്. ഇങ്ങനെ എന്തൊക്കെയാ പറയുന്നത്? അതെങ്ങനെയാ മിസ്റ്റർ? ഉറങ്ങിക്കിടന്ന ഡോക്ടർ ഞാനിപ്പോ വിളിച്ചോണ്ട് വന്നേ. പിടിച്ചാൽ ഇഷ്ടം. പാവം ലക്ഷ്മി ഡോക്ടറാണെന്ന് കരുതി പിടിച്ച റാണി ആയിപ്പോയി. ഇത് നിങ്ങളുടെ വൈഫിന്റെ ഹോസ്പിറ്റൽ അല്ലേ? കുറച്ചുകൂടി മാന്യമായി പെരുമാറാമായി. നിങ്ങൾ കാര്യം പറയാൻ സംസാരിക്കുന്നത്. ഓ, കോപത്തിനൊരു കുറവില്ല. ഇയാളെ പറ്റി പോലീസ് ഏൽപ്പിക്കണം. പോലീസുകാർക്ക് എന്തും ചെയ്യാലോ. നീയാണ് പേഷ്യന്റിനെ കൊല്ലാൻ ശ്രമിച്ചത്. തലക്ക് പറ്റാതെ ഇയാൾ കൂടുതൽ വർത്താനൊന്നും പറയണ്ട. കുറച്ചു നേരത്തെ റാണി എന്തിയെന്ന് ഇയാൾ എന്നോട് തിരക്കിയത്. ഇതിനു മുൻപ് ഇയാൾ എന്നോട് പല വൃത്തിയായിട്ടും പറഞ്ഞിട്ടുണ്ട്. ശരിയല്ല, ഞാൻ പറയുന്നത് നിങ്ങൾ ഇത് കൂടുതൽ വർത്താനൊന്നും പറയണ്ട. കാര്യം ഞങ്ങൾക്ക് പിടിയിട്ടി. എന്നെ കൊണ്ട് സംസാരിപ്പിക്കും. ഞാൻ എന്താ പറയുന്നത് നിങ്ങൾ മനസ്സിലാക്കി വെച്ചാൽ നിങ്ങൾ എന്നെ ലക്ഷ്മി. ഡോക്ടർ, ഭർത്താവ് വിളിച്ചോട് പോവാൻ നോക്ക്. ഇത് വളരെ ചീപ്പായി പോയി. വാടി.
നിക്കണവിടെ. ഇനി ഒരടി മുമ്പോട്ട് വെച്ചാൽ നിന്റെ കാല് ഞാൻ വെട്ടും. സംസ്കാരം കെട്ട തെണ്ടി. അച്ഛൻ ഞാൻ എന്തിപ്പോള് നീ നിരപരാധിയാണ്, നീ പരിശുദ്ധനാണ് എന്നൊക്കെയല്ലേ പറയാൻ പോകുന്നത്? വേണ്ട, നന്ദി കെട്ടവനെ. എന്റെ ഹോസ്പിറ്റലിനെ നീ അപമാനിച്ചു, അത് ഞാൻ ക്ഷമിച്ചു. തുണിയില്ലാതെ പബ്ലിക്കിലോട്ട് നീ നിന്നു, അത് ഞാൻ ക്ഷമിച്ചു. ഇനി നീ പെണ്ണ് പിടിക്കാൻ പോലും കൂടി ഞാൻ ക്ഷമിക്കണം. അല്ലടാ, എടാ നിനക്കൊക്കെ പറ്റിയ സ്ഥലം ഇതല്ല. എന്റെ മോളുടെ കൂടെ ജീവിക്കാനുള്ള അർഹത നിനക്കില്ല. കാരണം നീ അത്രയ്ക്ക് തേർഡ് റേറ്റാ. നീ മിണ്ടിപ്പോറുക. ലക്ഷ്മി, ഞാൻ പറയും. എടാ, തറവാട്ടിൽ ജനിക്കണം. അട്ടയെ പിടിച്ച് മെത്തേ കിടത്തിയാലും അത് പോകും കുപ്പത്തൊട്ടിയിലേക്ക്. ഇനി എന്റെ മോളും നീയും തമ്മിൽ യാതൊരു ബന്ധവുമില്ല. ഇറങ്ങി പോടാ. എനിക്ക് ലക്ഷ്മിയോട് സംസാരിക്കണം. ഒറ്റടിയാൻ വെച്ചേരും. ഉരുത്തം കെട്ടവനെ, നീ എന്താടാ വിചാരിച്ചത്? ഞങ്ങളൊക്കെ വെറും കഴുതകളാണെന്നോ? അച്ഛൻ നിർത്തണ. ആരാണവന്റെ അച്ഛൻ? ഇറങ്ങി പോടാ പുല്ലേ. ഭാര്യയായിട്ടും പണങ്ങിയല്ലേ? സസ്പെൻഷൻ ഓർഡർ വന്നിട്ടുണ്ട്. ഇനി എന്താ തന്റെ പരിപാടി? രണ്ടിലൊന്നറിയാതെ ഞാൻ ഇവിടുന്ന് പോകുന്ന പ്രശ്നമില്ല സാർ. വീണ്ടും താൻ മണ്ടത്തരത്തിലേക്കാ പോകുന്നത്. ഒരു പോലീസ് ഓഫീസർക്ക് പവർ ഉള്ളപ്പോഴത്തെ സ്ഥിതിയല്ല അതില്ലാത്തപ്പോ. തനിക്ക് ചുറ്റും ശത്രുക്കളാണ്, അത് താൻ മനസ്സിലാക്കണം. അതെനിക്കറിയാം സാർ. സാർ എനിക്കൊരു ഉപകാരം ചെയ്യണം. എന്റെ സെൽഫ് പ്രൊട്ടക്ഷന് വേണ്ടി എനിക്കൊരു പിസ്റ്റൾ തരണം. നോക്കട്ടെ. ഏതായാലും താൻ തനിയെ ഇവിടെ താമസിക്കുന്ന ഒട്ടും ബുദ്ധിയല്ല. അല്ല സാർ, ദാസപ്പൻ എന്റെ കൂടെ ഉണ്ട്. ലക്ഷ്മിയുടെ അച്ഛനുമായി ഞാൻ സംസാരിക്കണം. വേണ്ട സാർ, നടന്ന സംഭവങ്ങൾക്കെല്ലാം ഞാൻ നിരപരാധിയാണ്. അതെല്ലാം തെളിയുമ്പോ തെളിയട്ടെ. എന്തെങ്കിലും ആവശ്യം വന്നാൽ എന്നെ വിളിക്കാൻ മടിക്കണ്ട. ശരി സാർ. കുടിക്കാൻ അതൊക്കെ പിന്നെ ആവാലോ. ഞാൻ ഇറങ്ങട്ടെ. എടാ മഹാദേവ, പുറത്തേക്ക് വാടാ. നിന്റെ കൂടെ കുടിച്ചാടാ എന്റെ ജോലി പോയത്. പുറത്തേക്ക് വാടാ. എടാ മഹാദേവ, അടിച്ചാൽ ചുരുട്ടിക്കളയൂ. എന്തെല്ലാം ഓഫറായിരിക്കും തന്നത്. സിനിമയില് പാട്ട് പാടിപ്പിക്കാൻ കള്ളൻ നുണയം പന്നി. വെറുതെ അല്ലടാ ആ തങ്കം പോലത്തെ നിന്റെ അമ്മായിയപ്പൻ നിന്നെ അടിച്ച് പുറത്താക്കിയത്. നിനക്കറിയാമോടാ, ഞാൻ ഇന്ന് പട്ടിണിയാടാ. നേരം വെളുത്തിട്ട് വെള്ളം ഒഴിക്കാതെ 4 ലാർജ് അല്ലാതെ പച്ച വെള്ളം ഞാൻ കഴിച്ചിട്ടില്ലടാ. മഹാദേവ, എന്താടാ ഒന്നും മിണ്ടാത്തത്? നിന്റെ അണ്ണാക്കിൽ എന്താണ് റബ്ബർ പാല് ഉരുക്കൊഴിച്ചേക്കണാടാ പന്നി. ശരിക്കട്ടി, ഇവിടെ എന്താ അദ്വൈതാശ്രമം തുടങ്ങാൻ പോണല്ലേ? എവിടെ കയറി ഒളിച്ചിരിക്കണ്ട മഹാദേവ? ജെയിംസ് ബോണ്ടിന്റെ കാസറ്റ് കണ്ട് പഠിക്കാണ്. കേസ് പിടിക്കാൻ അതൊക്കെ ആ പിള്ളേർക്ക് പറഞ്ഞാ പണിയാടോ. എടാ മഹാദേവ, നീ എന്താടാ പറഞ്ഞ? എടാ മഹാദേവാന്ന്. ഇപ്പൊ സസ്പെൻഷൻ ആയില്ലേ, ഇനി അതൊക്കെ മതി. നീ അവിടെ ഇരിക്കല്ലെങ്കിൽ വീഴും. അവിടെ ഇരിക്കടാ പുല്ലേ. ഞാൻ എന്നേ വീണു. ഇനി താൻ എന്നെ ഇരുത്താൻ നോക്കണ്ട. ഇവിടെ കിടന്ന് വെള്ളം വെച്ചാൽ പിടിച്ച് പുറത്തേക്കാക്കും. ഇനി എന്ത് പുറത്താവാൻ? ഇവിടെ അടിച്ചിട്ട് എനിക്ക് വിശക്കണെന്ന് കേറ്റ്. പറയണ്ടേ? വെള്ളം നിന്റെ ആ മച്ചവൻ കൊണ്ടുവന്നു തരുമോ?
ബാങ്കിൽ നിന്ന് എടുത്ത ഓർണമെന്റ്സ് നമ്മൾ ആ കിണറ്റിൽ വെച്ചിട്ടുള്ളത് അറിഞ്ഞുകൊണ്ട് തന്നെയാണ് അവൻ ആ വീട് വാടകയ്ക്ക് എടുത്തിട്ടുള്ളത്. എങ്കിൽ നമുക്ക് ഉടനെ അതോർത്ത് മാറ്റണം സാർ. ഉടനെ അത് മാറ്റണോ അവനെ ഈ ഭൂമിയിൽ നിന്ന് തന്നെ മാറ്റണോ? CI ആയിരിക്കുമ്പോഴേ അവനെ ഞാൻ തീർത്തേനെ. മിനിസ്റ്ററുടെ ഒറ്റ നിർബന്ധമാ. ജനങ്ങൾക്ക് സെക്യൂരിറ്റി ഇല്ല, ഇപ്പൊ പോലീസിനും സെക്യൂരിറ്റി ഇല്ല എന്ന് പറഞ്ഞ് പ്രതിപക്ഷം പ്രശ്നം ഉണ്ടാക്കുമത്രേ. ഇപ്പൊ അവന് തൊപ്പിയില്ലല്ലോ. ഇനി മിനിസ്റ്ററുടെ പെർമിഷൻ ആവശ്യമില്ല. ആ ഇവിടെ ഇപ്പൊ വരാം. ഈ താക്കോന്ന് കൊടുത്താ മതി. സോറി ഡോക്ടർ. ഇതിന്റെ ഡോക്ടർ വില്യംസ് ഇവിടെ? ഡോക്ടർ വില്യംസ് റാണിയുമായി വളരെ ക്ലോസ് അല്ലേ? കുറച്ചു നാളെ അവരൊന്നിച്ച താമസം. റാണിയെ ഡോക്ടർ വില്യംസ് കെട്ടുമെന്നാണ് റാണിയുടെ വിശ്വാസം. എനിക്ക് തോന്നുന്നില്ല. അതെന്താ? അയാൾ ഒരു വൃത്തികെട്ടവനാ. ജോസിന് എനിക്കൊന്ന് ഫോൺ ചെയ്യാമായിരുന്നില്ലേ? ഞാൻ ഡോക്ടറെ വിളിച്ചിരുന്നു, പക്ഷെ ഫോൺ ആരും എടുത്തില്ല. എനിക്ക് ട്രെയിനിന് സമയമായതുകൊണ്ട് മഹാദേവൻ സാറിനെ അറിയിക്കാൻ ഞാനാ ദാസപ്പനോട് പറഞ്ഞത്. ഈശ്വരാ, എന്തൊക്കെയാ നടന്നത്? മഹാദേവൻ സാറിനോട് സംസാരിച്ച പോരെ? മായേട്ടന് എന്നോട് ഇപ്പോഴും ദേഷ്യം കാണില്ല, പക്ഷെ അച്ഛൻ വിശ്വസിക്കില്ല. ദൈവം ഉണ്ടെന്ന് പറഞ്ഞ ഇതാടാ. എന്തായിരുന്നു ഇവിടെ? ഞാൻ ഒതുക്കി ആ CI മഹാദേവനെ. ഇപ്പൊ ചൊറിയും കുത്തിക്കൊണ്ട് വീട്ടിലിരിക്കും. അവന് എങ്ങനെയുണ്ട് വിലപ്പ കളക്ഷൻ? ആദ്യത്തെ ഷോയ്ക്ക് തന്നെ തിയേറ്റർ ഹൗസ് ഒറ്റയടിക്ക് 12 പേഴ്സല്ലേ ഈ പോകുന്നത്. ഓഹോ, 12 പേഴ്സ്. എനിക്ക് അറിഞ്ഞൂടെ നീ മിടുക്കനാണെന്ന്. ഈശ്വര. ഗോപി നിന്റെയോ? അമ്മനത് പൊട്ടിച്ചടിക്കും. ഞാനിന്ന് കോടീശ്വരനാ. അതെനിക്ക് അറിഞ്ഞൂടെ. 200 രൂപയ്ക്ക് ബ്ലാക്ക് ടിക്കറ്റ് പോണോന്ന് കേട്ടു. ഇന്ന് നമുക്ക് പെരുന്നാളാക്കണം. നോക്കിയേ, ലോക്കപ്പൊക്കെ ഞാൻ തന്നെ ഡെറ്റോൾ ഒഴിച്ച് കഴുകി വൃത്തിയാക്കിയിട്ടിരിക്കുകയാണ്. അഗസ്റ്റിനായിരിക്കും. തിരുവനന്തപുരത്ത് നിന്ന് അവൻ വഞ്ചിനാട് എക്സ്പ്രസിൽ കയറിയിട്ടുണ്ട്. 2 സൂട്ട് കേസെങ്കിലും അടിച്ചു മാറ്റായിരിക്കില്ല. ഹലോ, എന്താണ് കുമ്പാരി? സോറി സാർ, HC സൽഗുനാണ് സാർ. സാർ, കരിമ്പുലിയോ? ഒരു ഫിലിം പുലിയുടെ ചീട്ട് കീറിച്ചതേ ഉള്ളൂ. ഇപ്പതേ കരിമ്പുലി. കരിമ്പുലി, 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 കരിമ്പുലി. സാർ, ഡിവൈഎസ്പി ബോംബെ അന്തേരി സൂപ്പർ മാർക്കറ്റിൽ ചോട്ടാരാജനെയും കോഴിക്കോട് ആലുവ ബസാറിലിട്ട് ഒറ്റക്കണ്ണൻ നന്ദുനെയും തിരുവനന്തപുരം ചാലയിലിട്ട് റവഡി രാമിനെ ജീപ്പിൽ കയറ്റിയവരാണ് ഈ കരിമ്പുലി ആനണി. സാർ, ഡിവൈഎസ്പി എല്ലാ തീവ്രവാദികളെയും എണ്ണി എണ്ണി ലോഡ് കണക്കിന് നടക്കും ഞാൻ. ഈ കരിമ്പുലി റേഞ്ചിൽ ഒരു കരിയില പോലെ ഇറങ്ങാൻ സമ്മതിക്കില്ല ഞാൻ. ലോക്കപ്പിൽ എത്ര പ്രതികളുണ്ട്? 7 പേരുണ്ട്. ഇവിടുത്തെ കള്ളന്മാർ റവഡികളും പോക്കറ്റ് ഇടുകാരും തീർത്ഥാടനത്തിന് പോയോ? അവരെല്ലാരും തിരിച്ചു. തീവ്രവാദികളെ കുറിച്ചുള്ള ഫുൾ ഡീറ്റെയിൽസ് എനിക്ക് ഇവിടെ കിട്ടണം. എന്റെ കൈകൾ ഇത് ആരിവിടെ കൊണ്ടുവച്ച? ഞാനല്ല സാർ. അല്ല സാറേ, അത് പിന്നെ സാർ, ഇതെന്താണോ? ഞാനാ. ഇതോ ചിത്രഭൂമി, വെള്ളി നക്ഷത്രം ഉണ്ട് സാർ. ഇതെന്താണോ? വായനശാലയല്ലേ, പെട്ടിക്കണോ? സാർ, ഡിവൈഎസ്പി, ഇതെല്ലാം മഹാദേവൻ സാറിന്റെ ഫയലുകളാണ്. CI മഹാദേവൻ. അവന്റെ നട്ടലൊടിച്ചിട്ട് കരിമ്പുലിക്ക് വിശ്രമമുള്ളൂ. വർഷങ്ങളായിട്ടുള്ള പ്രതികാരമാണ്. ഇനി അവന്റെ അവസാനമാ. എടാ മഹാദേവ, ഞാൻ എത്തിക്കഴിഞ്ഞു. നിന്റെ കാലൻ കരിമ്പുലി ഒരടി മുന്നോട്ട് വെച്ചാൽ 100 അടി കടന്നിരിക്കും. അണ്ടർസ്റ്റാൻഡ്? യെസ് സാർ. എന്നോടല്ല. യെസ് സാർ. നമസ്കാരം സാർ. ആരാടോ? അയ്യോ, വലിയ അബ്കാരി കോൺട്രാക്ടറാ, കൊളപ്പുള്ളി കറിയാച്ച. ഇവിടെ ആര് വന്നാലും ആദ്യത്തെ സമ്മാനം എന്റേതായിരിക്കും. സാറിന് എന്ത് ആവശ്യം ഉണ്ടെങ്കിലും ഈ കൊളപ്പുള്ളി കറിയാച്ചനൊന്ന് ഫോൺ ചെയ്താൽ മതി.
എന്താണോ പോർനാ എണീക്കണോ സോട പിന്നെ നിന്റെ അപ്പം കൊണ്ടുവരാടാ ഞാനിപ്പോ കൊണ്ടുവരാ. അപ്പൊ സാറതിന്റെ ആളാണല്ലേ? ഈ പീസ് ഏതാടോ? എന്റെ ഭാര്യ അന്റെ ഭാര്യയോ? അല്ല, എന്റെ ഭാര്യ അല്ല എന്ന് പറയാൻ വരികയായിരുന്നു. എന്താണ് നിന്റെ പേര്? ശോശാമ്മ അത് തനിക്കെങ്ങനെ അറിയാം? പരാതിയിലുണ്ടായിരുന്നു. എന്താ നിന്റെ പരിധി? അല്ല പരാതി എന്റെ ഭർത്താവ് പോയി, എവിടെ പോയി? കടലിൽ പോയി. തട്ടിപ്പോയോ? അല്ല സാറേ, 2 ദിവസമായി കടലിൽ മീൻ പിടിക്കാൻ പോയിട്ട് ഇതുവരെ വന്നില്ല. മീൻ പിടിക്കാൻ പോയതാണല്ലേ? 2 ദിവസം കൂടി പച്ചക്കറി കഴിക്കൂ. പോയിക്കോ. എടീ, മഹാദേവനും തീവ്രവാദികളും തമ്മിലുള്ള ബന്ധം എന്താന്ന് നിനക്കറിയാമോ? ഒരു ബന്ധമില്ല. ഉണ്ടെങ്കിൽ ഞാൻ അറിയില്ലേ? ഉണ്ട്. ഉണ്ട് ഉണ്ട് ഉണ്ട്. ഈ പേജർ വാണിഭത്തെ കുറിച്ച് നിനക്കറിയാമോ? മഹാദേവന്റെ പേജർ ഉണ്ടോ? ഉണ്ടാകും. ഉണ്ടാവും ഉണ്ടാവും ഉണ്ടാവും. ഹലോ, തേവര വരെ ഒന്ന് പോണോ? ശരി. ദാസപ്പാ, സാറാ സാറ് ഞാൻ എവിടേക്ക് അന്വേഷിച്ചറിയാമോ? സാറിത് എങ്ങോട്ട് പോണേണ്? ഞാൻ DSP ഒന്ന് കാണാൻ പോണു. ഇങ്ങടെ ഇറങ്ങേ. എന്താണ്? ഇങ്ങടെ ഇറങ്ങാൻ. എന്താണ്? ഒരു കാര്യം അറിഞ്ഞ? എന്താണ്? ആ കരിമ്പുലി ആന്റണി ചാർജ് എടുത്തു. അതെ. കരിമ്പുലി ആന്റണി. ഓ, അതിപ്പോ അതിനിപ്പൊ എന്താണെന്ന് അവന്റെ തീരുമാനം എന്താണെന്ന് അറിഞ്ഞ? എന്താണ്? ആ ഇങ്ങടാ. വരുവോ? ഇങ്ങാട് വാ, കാശ് ചേട്ടാ ഇവരെ കെട്ടിക്കൊണ്ടോ കേട്ടി അങ്ങോട്ട് തരും. അങ്ങ് വന്നേ. എന്താണ്? ആ. ഹലോ ഹലോ. കരിമ്പുലി 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 കരിമ്പുലി. മഹാദേവ, ഒരു കാര്യം ഞാൻ പറഞ്ഞേക്കാം. ഞാനിവിടുത്തെ റേഷൻ കടയിൽ കണക്കെഴുതാൻ വന്ന ആളല്ല. പ്രതികളെ പിടിക്കാനും ലോക്കപ്പിലാക്കാനും കല്ലിടാങ്കുന്ന് സർക്കിൾ ഇൻസ്പെക്ടറായി കരിമ്പുലി ആനയുണ്ട്. കുട്ടിക്കാലത്ത് കുളക്കടവിൽ, പള്ളിക്കൂടത്തിൽ, അണ്ടിപ്പള്ളിക്കാവ് ലക്ഷ്മി തിയേറ്ററിൽ റിലീസിംഗ് പടത്തിന് ടിക്കറ്റ് എടുക്കുമ്പോൾ, വർഷങ്ങൾക്ക് ശേഷം പോലീസ് ട്രെയിനിങ് ക്യാമ്പിൽ, ഇപ്പോൾ ഇവിടെയും നീ എന്നെ തോൽപ്പിക്കാൻ ശ്രമിക്കുകയാണ്. സമ്മതിക്കില്ല ഞാൻ. വേണ്ടി വന്നാൽ ഇപ്പോൾ ഇവിടെ വെച്ച് നിന്നെ എനിക്ക് അവസാനിപ്പിക്കാം. പോലീസുമായിട്ടുള്ള സംഘടനത്തിൽ മരിച്ചു, അല്ലെങ്കിൽ തീവ്രവാദികളുമായിട്ടുള്ള സംഘടനത്തിൽ മരിച്ചു. That's all. എടാ ആന്റപ്പ, ഓരോ കാലത്തും ഓരോരുത്തരെ തോൽപ്പിക്കാൻ ഓരോരുത്തർ അവതാരമെടുക്കും. കരിമ്പുലി എന്ന നിന്നെ തോൽപ്പിക്കാൻ അവതാരമെടുത്തവനാണ് ഞാൻ. നീ നോക്കിക്കോ, തൊപ്പിയില്ലാതെ തന്നെ ഞാൻ ഈ കേസ് തെളിയിക്കും. ഈ കല്ലിടാകുന്നിൽ വീണ്ടും CI ചാർജ് എടുക്കും. നിന്നെ നിന്റെ പഴയ ആദിവാസി കേന്ദ്രമായ ആനമയക്ക് കുന്നിലേക്ക് പായിക്കും. That's all. ഇത് അവന്മാര് തന്നെയാ. മഹാദേവനും ദാസപ്പനും. ഇവന്മാര് നിന്നെ കിണറ്റിലിറങ്ങണേ ചിലപ്പം വെള്ളം കുടിക്കാനായിരിക്കും. അല്ലെങ്കിൽ ജോലി പോയ വിഷമത്തെ ആത്മഹത്യ ചെയ്യാനായിരിക്കും. മുഖം മൂടിയിട്ട് ആരിൽ ആത്മഹത്യ ഇടൂ. ഇതൊന്നല്ല, ഇതൊരു അണ്ടർഗ്രൗണ്ട് ആണ്. ഇതിലൂടെ ഇറങ്ങിയാണ് അവൻ പല കേസുകളും തെളിയിക്കുന്നെന്ന് അവൻ എന്നോട് പറഞ്ഞത്. ഇത് തന്നെ സന്ദർഭം. ഒന്നെങ്കിൽ അവൻ തീവ്രവാദികളുമായുള്ള ഏറ്റുമുട്ടലിൽ മരിച്ചു, അല്ലെങ്കിൽ ജോലി പോയ അപമാനം സഹിക്കാൻ പറ്റാതെ ആത്മഹത്യ ചെയ്തു. രണ്ടിലേതായാലും നാളത്തെ സുപ്രഭാതം എന്റേതാണ്.
സാറേ ഏതോ മുഖംമൂടികൾ കിണറ്റിലിറങ്ങുന്നു. അവന്മാരെ തോക്കിട്ട് കേറിക്കോ. അനങ്ങി പോരുതേ. സാധനം കളിച്ചില്ലട്ടോ. തൊപ്പി മാത്രമേ തെറിച്ചിട്ടുള്ളൂ അവസപ്പ. മോനെ സോപ്പും തോർത്തും കൊണ്ടുവന്നുണ്ടോ കുളിപ്പിക്കാനായിട്ട്? കൊണ്ടുവന്നിട്ടുണ്ടാ? കേറി വാടാ. താങ്ക് യു. അങ്ങോട്ട് കൊടുത്തേര്. കൺഗ്രാചുലേഷൻസ് മിസ്റ്റർ മഹാദേവൻ. താങ്ക് യു സാർ. 2 തീവ്രവാദികൾ നിങ്ങൾ പിടിച്ചെന്ന് ഞാൻ പത്രത്തിൽ കൊടുത്തു കഴിഞ്ഞു. ഓ, അതിന്റെ ഒന്നും ആവശ്യമില്ലായിരുന്നു സാർ. ഞാനിത് പബ്ലിസിറ്റിക്ക് വേണ്ടി ചെയ്തല്ല. ഇത് നിസ്സാര കാര്യമല്ല മഹാദേവൻ. ആ ദയവേത് എല്ലാരും ഒന്ന് മാറിയെന്ന് ഞാനും സാർ ഇത്തിരി ഫ്രഷ് എയർ കൊള്ളട്ടെ. നിങ്ങൾ ഇപ്പോൾ 4 പേരെ പിടിച്ചു കഴിഞ്ഞു. ആ കൊടുങ്കാട്ടിൽ വെച്ച് ദ്വന്ദ്വയുദ്ധത്തിൽ ഒരുത്തനെയും ചൂണ്ടിയ തോക്കിന് നേരെ മാറി വിരിച്ചു ചെന്ന് രണ്ടാമനെയും. ഇപ്പോഴിതാ 3ഉം 4ഉം. 1ഉം 2ഉം പോട്ടെ. ഈ 3ഉം 4ന്റെയും കാര്യം എടുക്ക്. 6 തെങ്ങിന്റെ താഴ്ചയുള്ള ആ കിണറ്റിലേക്ക് തവളപ്പത്തില് ചാടണമല്ലോ ഒരു ചാട്ടം. ആര്? സാറ് മറന്നു 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 മറന്നു. 1 2 3 പോയ പോലെ തന്നെ ഈ സാറ് ഈ 2 ലഗേജിനെ കയ്യിൽ പിടിച്ചോണ്ട് ഒരു വരവ്. ഒരു തുള്ളി വെള്ളം ഈ ശരീരത്തിൽ. നോക്കിയ വെള്ളം വേണം. അല്ല രോമാഞ്ചം രോമാഞ്ചം. സാറാ സ്റ്റേഷനിൽ കിടന്ന് ഉറങ്ങുന്നവന്മാരെ വിളിച്ചിട്ട് ഇവരെ കൊണ്ടുപോകാൻ പറ. ഞാൻ ഫോൺ ചെയ്ത് കഴിഞ്ഞോ, അവരിപ്പം വരും. ഈ ഒരു സംഭവം വെച്ച് നിങ്ങളുടെ സസ്പെൻഷൻ പിൻവലിക്കാൻ ഞാൻ ശുപാർശ ചെയ്യും. വേണ്ട സാർ, ഇനിയും കുറച്ച് ജോലി ബാലൻസ് ഉണ്ട്. അപ്പൊ എന്നെ പട്ടിണി കിട്ടി കൊല്ലാനുള്ള പരിപാടിയാണ്. Yes. എന്റെ കയ്യിൽ 10 പൈസയില്ല. Yes. ദേ 2 ശവം കൊണ്ട് എടുത്തോ. ആന്റണി, വലിയ ബഹളമൊന്നും വേണ്ട. ഇവരെ പിടിച്ചോണ്ടോ. നോക്കി നിൽക്കാൻ അയച്ചോണ്ട് പോടോ. സാർ, കരിമ്പുലി, ഒരു ധൈര്യത്തിന് ഞാനും വരട്ടെ. എടുത്തിട്ട് പോമാഷേ.